കാണാൻ പോകുന്നത് 20th സെഞ്ചുറിയെ കുറിച്ചാണ്, 20ാം നൂറ്റാണ്ടിനെ കുറിച്ച്. 20ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അല്ലേ? അപ്പൊ 20ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് വളരെ പ്രത്യേകത നിറഞ്ഞൊരു കാലഘട്ടമാണ്. ഈ 20ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറെ ചിത്രങ്ങളുണ്ട്. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ വളരെയധികം ഗംഭീരമായ ഒരു കാലഘട്ടമാണ് 20ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. 18th സെഞ്ചുറിയിൽ സ്റ്റാർട്ട് ചെയ്ത ഇൻഡസ്ട്രിയലൈസേഷൻ വളരെയധികം വേഗം തന്നെ സ്പ്രെഡ് ചെയ്യുകയും 20th സെഞ്ചുറിയൊക്കെ ആയപ്പോഴത്തേനും അതിന്റെ മാക്സിമത്തിലേക്ക് എത്തുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് 20ാം നൂറ്റാണ്ട്. പിന്നെ കുറെ അധികം യുദ്ധങ്ങൾ നടന്നു അല്ലേ, വേൾഡ് വാറുകൾ നടന്നു. അതൊരു പ്രത്യേകതയാണ്. മറ്റൊരു കാര്യം തന്നെ ഇമ്പീരിയലിസം, ക്യാപിറ്റലിസം, കോളനൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറെ വാക്കുകൾ നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാനുണ്ട്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്കോ ഡിസ്ലൈക്കോ ഒക്കെ ചെയ്തോ. പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഇടാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടെ കാണുന്ന എല്ലാ കൂട്ടുകാരും പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഒരു കമന്റ് ഇടുക. അപ്പോൾ 20ാം നൂറ്റാണ്ടിന്റെ ഈ ഒരു ചാപ്റ്റർ, വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി എന്ന് പറയുന്ന ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമുക്കൊരു ആഫ്രിക്കയുടെ ഒരു മാപ്പ് നമ്മുടെ ബുക്കിൻ്റെ അത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? എല്ലാം ഇങ്ങനെ വളരെ നേരെയുള്ള വരകളാണ് വരച്ചിരിക്കുന്നത്. ഓരോ രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസ് എല്ലാം തന്നെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന വരകളെല്ലാം തന്നെ നേരെയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ ഇങ്ങനെ നല്ല ഡിസൈനൊക്കെ ആയിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ മാപ്പ് ഇരിക്കുന്നത് അല്ലെ കേരളം ആണെങ്കിൽ പോലും നല്ല ഡിസൈനാണ്. നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളും എടുത്തു നോക്കിയാൽ നല്ല ഓരോ പാവയ്ക്കയുടെയും വഴുതനങ്ങ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നത്. പിന്നെ എന്താണ് വേറെ ഓരോരോ ഡിസൈനിലൊക്കെയാണ് നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളും ഒക്കെ ഇരിക്കുന്നത്. ബാക്കി പച്ചക്കറികളുടെ പേരൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല, എന്തായാലും സാരമില്ല. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നല്ല ക്ലിയർ കട്ടായിട്ട് ഡിവിഷൻ വന്നിരിക്കുന്നത്? ഇതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുറകിലോട്ട് പോകണം. അതായത് ഇവര് നമ്മുടെ യൂറോപ്യൻസ് നമ്മുടെ ആഫ്രിക്കയിൽ വന്ന് അവരെ കോളനൈസ് ചെയ്ത് അവരെ അടക്കി വാണോണ്ടിരുന്ന സമയത്ത് എല്ലാവർക്കും അവരെ അടക്കി വാഴണം. അല്ലെങ്കിൽ കുറെ അധികം രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ നേഷൻസ് എന്ന് പറയുന്നത്. ആ യൂറോപ്യൻ നേഷൻസ് തമ്മിൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എല്ലാവർക്കും കൂടെ വീതിച്ച് ഓക്കെ നീ ഇത്ര എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും വീതിച്ച് കൊടുത്തു. അപ്പം പിന്നെ മാപ്പ് എടുത്തിട്ട് ഓരോ വര വരച്ചിട്ട് ഇത്ര ഭാഗം നിനക്കുള്ളത്, ഇത്ര ഭാഗം നിനക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്ന് കൊടുത്തു. അതാണ് നമ്മുടെ ആഫ്രിക്കയിലെ ഓരോ രാജ്യങ്ങളിലും ഇങ്ങനെ നല്ല സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള ഡിവിഷൻസ് വന്നിരിക്കുന്നത്. ഇത് യൂറോപ്യൻ കൺട്രീസ് തമ്മിൽ അടി ഉണ്ടാക്കാതിരിക്കാൻ. ഈ അമ്മയൊക്കെ ആഹാരമൊക്കെ കൊടുക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും തുല്യമായിട്ട് അളന്നു കൊടുക്കത്തില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് 3 വാക്കുകൾ പഠിക്കണം. അതായത് എന്താണ് ഇമ്പീരിയലിസം, എന്താണ് കോളനൈസേഷൻ, എന്താണ് ക്യാപിറ്റലിസം. അപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആ വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാവുന്നൊരു കാര്യം, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി, അപ്പം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കണം അല്ലേ? അപ്പം അതിന് പറയുന്നതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേഷൻ അവരെ കുറച്ച് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തുക, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരുടെ കൂടുതൽ കാശുണ്ടാക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതിനാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു ഭാഗമാണ്. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചതുമാണ്. കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നേഷൻസിന് കൺട്രോൾ ചെയ്യുക. പൊളിറ്റിക്കലി, എക്കണോമിക്കലി, കൾച്ചറലി എല്ലാമായിട്ട് അവർ കൺട്രോൾ ചെയ്തിട്ട് ആ രാജ്യത്തെ അതായത് ഈ കോളനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ എല്ലാ നാച്ചുറൽ റിസോഴ്സസും എല്ലാ റോ മെറ്റീരിയൽസും ഇവർ കട്ടുകൊണ്ട് പോയിട്ട് അവരുടെ രാജ്യത്ത് കൊണ്ടുപോയിട്ട് ഫൈനൽ പ്രോഡക്ട്സ് ആക്കിയിട്ട് വീണ്ടും ഈ മാർക്കറ്റിൽ, അതായത് അവരുടെ കോളനീസിൽ കൊണ്ട് വിൽക്കുക. ഇതാണ് ഈ കോളനൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അടക്കി വാഴുക. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇമ്പീരിയലിസം ആണ്. ഇത് കോളനൈസേഷനേക്കാൾ ഇച്ചൂടെ സ്റ്റെപ്പ് കൂടിയ സാധനമാണ്. എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഫോഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കലിയോ എക്കണോമിക്കലിയോ സോഷ്യലി ആയിട്ട് അടിച്ചമർത്തിയിട്ട് മറ്റൊരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെയും മിലിറ്ററി സിസ്റ്റത്തിനെയും എല്ലാം സ്വന്തം കാൽക്കീഴിലാക്കണം. അതാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഉള്ളത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്തത്? ഇവരിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പം സ്വന്തം രാജ്യത്ത് നിന്ന് ആൾക്കാരെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ പൈസ അവർക്ക് ചിലവാകും. അപ്പോൾ എന്താ പറ്റുക, മുതലാളിമാർ വിചാരിക്കും ഇവനെ ജോലി കൊടുത്താൽ എനിക്ക് നഷ്ടമാണ്. അപ്പോൾ ആ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഈ കോളനീസിൽ നിന്ന് ആൾക്കാരെ എടുത്ത് അവർക്ക് പണി കൊടുക്കും. അവരെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചിട്ട് കുറഞ്ഞു കൂലി കൊടുക്കും. അപ്പോൾ എന്താണ്, കൂടുതൽ പ്രൊഡക്ഷൻ കുറച്ച് ഇൻകമാണ് ഇവർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് ലോസ് എന്ന് നമുക്ക് പറയാം മുതലാളിമാരുടെ ഒരു രീതിയിൽ. എന്നാൽ ഇവർക്ക് കൂടുതൽ പ്രോഫിറ്റും ഉണ്ട്. മുതലാളിമാർക്ക് കൂടുതൽ പ്രോഫിറ്റ്, വളരെ തുച്ഛമായ വേതനം, ലോ കോസ്റ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഇഷ്ടംപോലെ ലേബറിനെ കിട്ടും. കാരണം എന്താണ്, ഈ കോളനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് അവരുടെ രാജ്യത്ത് പണിയൊന്നും ഇല്ലല്ലോ, അവർക്ക് പണി ചെയ്യാനായിട്ട് സാഹചര്യമില്ല. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് ധാരാളം ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്താ പറ്റി, കുറേ അധികം ആൾക്കാർ ജോലി ചെയ്യേണ്ടതിൻ്റെ പകരമായിട്ട് മെഷീൻസ് വന്നു. ഈ മെഷീൻസ് വന്നതുകൊണ്ട് തന്നെ ഒത്തിരി അധികം ആൾക്കാർ എന്ത് പറ്റി, ജോലി നഷ്ടപ്പെട്ടു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു, കൂടുതൽ ആൾക്കാർക്ക് ജോബ് വേണം, കൂടുതൽ ആൾക്കാർക്ക് ജോലി വേണം. അപ്പോൾ അവരെല്ലാം കൂടെ ചെന്നിട്ട് മാസമായിട്ട് അവരെല്ലാം ചെന്നിട്ട് ജോലി ചെയ്യും. അപ്പോൾ എന്താ, കുറച്ച് വേതനം, കൂടുതൽ ജോലിക്കാർ, കൂടുതൽ പ്രൊഡക്ഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഈ മുതലാളിമാർക്ക് അത് ഇത് കൊള്ളാമല്ലോ, അടിപൊളി പരിപാടിയാണ്, എൻ്റേന്ന് വലിയ നഷ്ടമൊന്നും ഇല്ലതാനും, എന്നാൽ കൂടുതൽ എനിക്ക് ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ പറ്റി, ട്രേഡ് യൂണിയൻസ് ഒക്കെ വന്നു. ട്രേഡ് യൂണിയൻസ് വന്നിട്ട് പറഞ്ഞ് ഇത് പറ്റത്തില്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ശമ്പളമൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് യൂണിയൻ ആയി കഴിയുമ്പോൾ അതാണല്ലോ, ഒരാൾ നിന്ന് പറയുന്നതും ഒരു യൂണിയൻ നിന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. യൂണിയൻ ആയപ്പോൾ അവർ പറഞ്ഞ് പറ്റത്തില്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടെ ശമ്പളം കൂട്ടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മുതലാളിമാർ നിർബന്ധിതരാകുകയാണ്, കുറച്ചുകൂടെ ശമ്പളം കൂട്ടി കൊടുക്കാനായിട്ട് നിർബന്ധിതരാകുകയാണ്. ശമ്പളം കൂട്ടി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു, അവരുടെ ഉള്ള പ്രോഫിറ്റ് കുറഞ്ഞു അല്ലേ, ഈ മുതലാളിമാരുടെ ലാഭം കുറഞ്ഞു. കാരണം കൂടുതൽ പേർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണം. അപ്പോൾ പിന്നെ അവർ യൂണിയൻ ആയതുകൊണ്ട് തന്നെ അവരുടെ വർക്കിംഗ് ടൈമിനെ കുറിച്ചും എല്ലാം ഡിസ്കഷൻ വന്നു. അപ്പം അവർക്ക് വർക്കിംഗ് ടൈം കുറച്ച് കിട്ടണമെന്നുള്ളതായി, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളായി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ വേൾഡ് വാർ വരുന്നത്. അങ്ങനെ നമ്മുടെ 1ാം ലോക മഹായുദ്ധത്തിലേക്ക് കിടക്കുകയാണ്, ഫസ്റ്റ് വേൾഡ് വാർ. ഈ ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാകാൻ തന്നെയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ രാജ്യങ്ങളുണ്ടല്ലോ, അവർ ഇമ്പീരിയലിസ്റ്റ് പവർ ആണെന്ന് പറഞ്ഞാൽ അവർ വലിയ രാജ്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന, മറ്റുള്ളവരെല്ലാം അടിച്ചമർത്തി നടക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട്. അവന്മാരെല്ലാം കൂടെ അടി തുടങ്ങി. കാരണം എന്താണ്, എല്ലാവരും വിചാരിച്ചു ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഇവർ കുറേ രാജ്യങ്ങളുള്ളതുകൊണ്ട് തന്നെ പല രാജ്യങ്ങൾക്കും അവരവരുടേതായ വ്യക്തിഗത നേട്ടങ്ങൾക്കും എല്ലാമായിട്ട് അവർ കുറേ കാര്യങ്ങൾ പറയും. പക്ഷെ അത് എല്ലാവർക്കും യോജിപ്പില്ലായിരിക്കും ആ കാര്യത്തിലോട്ട്. അപ്പോൾ എന്ത് പറ്റി, ഈ ഇമ്പീരിയലിസ്റ്റ് നേഷൻസ് എല്ലാം തന്നെ അടിയായി. അങ്ങനെയാണ് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാകാനായിട്ട് കാരണമായത്. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇവരെല്ലാം തന്നെ ഒരേ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന കുറേ രാജ്യങ്ങളെല്ലാം തന്നെ ഓരോരോ ഗ്രൂപ്പിസമായി. അപ്പോൾ ഗ്രൂപ്പിസമായി കഴിഞ്ഞിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്ന 2 എക്സാമ്പിൾ ഉണ്ട്. ട്രിപ്പിൾ എൻറ്റേറ്റും ഉണ്ട്, ട്രിപ്പിൾ അലയൻസും ഉണ്ട്. അപ്പോൾ ട്രിപ്പിൾ അലയൻസിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി എന്നുള്ളതും. അപ്പം ട്രിപ്പിൾ എൻറ്റേറ്റിൽ വന്നിരിക്കുന്നത് റഷ്യ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഓരോരോ ഗ്രൂപ്പിസം ആയി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, എല്ലാവർക്കും പേടിയാണ് മറ്റുള്ളവർ നമ്മളെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളത്. ആ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ ഡെഡ്ലി വെപ്പൺസ്, ലീതൽ വെപ്പൺസ് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, അവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താണ്, ആകെപ്പാടെ ഡിസ്ട്രസ്ഡ് ആയി. ലോകം മുഴുവനും വാർ, ഈ ഒരു പ്രശ്നം കാരണം ഉണ്ടായ ഈ യുദ്ധം, അത് 1ാം ലോക മഹായുദ്ധം എന്ന പേരിൽ എല്ലായിടത്തേക്കും അങ്ങ് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ഈ ഓരോ ആൾക്കാരും അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളും അവരവരുടെ ലാഭേച്ഛയ്ക്ക് വേണ്ടിയിട്ടോ അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടോ അവർ ഓരോ കാര്യങ്ങൾ, ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നു. ഇവര് മറ്റുള്ള രാജ്യങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും തകർക്കാനുമായിട്ടാണ് ഈ ഒരു യുദ്ധം ഉപയോഗിച്ചത്. അപ്പം നമ്മുടെ
ഈ ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തത് 20 ജൂലൈ 1914. അത് എൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ നവംബർ 11 1918 അപ്പം ഇത്രയധികം കാലഘട്ടം, ഇത്രയും അധികം ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടതകളും ദാരിദ്ര്യവും നിറഞ്ഞതായിരുന്നു. ഇതിൻ്റെ ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് കൊണ്ട് അവർക്ക് ജയിക്കണം, അല്ലെങ്കിൽ അവർ വലിയ സൂപ്പർ പവർ ആണെന്ന് കാണിക്കണം, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ ലോകം മുഴുവനും ഈ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഈ കോളനൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ കൂടി ഈ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ള ഫോഴ്സ്ഫുൾ ആയിട്ട് അവരെ നിർബന്ധിച്ചവർ ഈ യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും നിരവധി ആൾക്കാർ, ഏകദേശം ഒരു 10 മില്യണിൽ കൂടുതൽ ആൾക്കാർ മരിക്കുകയോ അല്ലെങ്കിൽ ഇഞ്ചുറി ആവുകയോ ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്കാണ് രാജ്യമല്ല ഈ ലോകം തന്നെ പോയത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പോവർട്ടി, ദാരിദ്ര്യം, പിന്നെന്താ ഒത്തിരി ആൾക്കാർക്ക് വിശപ്പ്. കാരണം എന്താണ്, അവർക്ക് ഭക്ഷണത്തിന് വകയില്ല. മാത്രമല്ല ഇൻഫ്ലേഷൻ, നമ്മുടെ ലോക രാജ്യങ്ങളുടെ എല്ലാം തന്നെ പൈസയുടെ മൂല്യം വളരെയധികം കുത്തനെ കുറഞ്ഞു. എങ്ങും തന്നെ പൈസയില്ല, അതാണ് ഒന്നാമത്തെ പ്രശ്നം. രൂപ എന്ന് പറയുന്ന കാര്യം എങ്ങും തന്നെ ഇല്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് എല്ലായിടത്തും. ആർക്കും ഇല്ല, ഒന്ന് വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പോലും ഉള്ള അവസ്ഥ ഇല്ലാത്തൊരു ലോകത്തിലേക്കാണ് നമ്മളുടെ ഫസ്റ്റ് വേൾഡ് വാർ നമ്മളെ കൊണ്ടെത്തിച്ചത്. അതിൻ്റെ ഒരു ഇതായിട്ട് തന്നെ എന്താണ്, പീസ് നിലനിർത്തണം, അല്ലെങ്കിൽ ലോകത്ത് സമാധാനം കൊണ്ടുവരണമെന്ന് മനുഷ്യർക്ക് തോന്നി തുടങ്ങിയതും ആ കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന് മുന്നേ ഉണ്ടായിരുന്നു. UNO വരുന്നതിന് മുന്നേ ഉള്ള ഒരു ഓർഗനൈസേഷനാണ് ലീഗ് ഓഫ് നേഷൻസ്. ലോകത്ത് പീസ് നിർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷനാണ്. പക്ഷേങ്കിൽ നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാർ നടന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ലീഗ് ഓഫ് നേഷൻസിന് അവരത്രയ്ക്ക് പവർഫുള്ളായിട്ട് എന്താണ് മറ്റൊരു യുദ്ധം നിർത്താനായിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് സെക്കൻഡ് വേൾഡ് വാർ എന്നുള്ളത്. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇക്കണോമിക്കലി ഉള്ള അൺട്രസ്റ്റ്. ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഇക്കണോമി വളരെയധികം അങ്ങ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൗണ്ടിന് യാതൊരു മൂല്യമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും US ഡോളേഴ്സിന് അവർക്ക്, അതായത് ഫസ്റ്റ് വേൾഡ് വാർ കൊണ്ട് US എക്കണോമിക്കലി യാതൊരു പ്രശ്നവും വരാഞ്ഞത് കൊണ്ട് തന്നെ US ഡോളേഴ്സിന് യാതൊരു പ്രശ്നവും വന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടീഷ് യൂറോപ്യൻ കൺട്രീസ് USA-യിൽ നിന്ന് കടം വാങ്ങിക്കാൻ തുടങ്ങി, ബാങ്ക് ലോണുകൾ എടുക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കിനും അമേരിക്കയുടെ ഡോളേഴ്സിന്റെ മൂല്യം വളരെയധികം അങ്ങ് ഉയർന്നു. പക്ഷെ ഇത് അധികം നാളും നീണ്ടു നിന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷ് ഇവർ കടം വാങ്ങിച്ചെങ്കിലും അത് തിരിച്ചടയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ബാങ്ക് ലോണുകൾ തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കാതെ വരികയും ബാങ്കുകൾ തന്നെ കൊളാപ്സ് ആയി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. മാത്രമല്ല ഈ ഒന്നാം ലോക മഹായുദ്ധം കൊണ്ട് ലോകത്തുള്ള എല്ലാ ആൾക്കാരും തന്നെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രികളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ തന്നെ ആൾക്കാരില്ല. വളരെ മൂല്യമുള്ള അല്ലെങ്കിൽ വളരെ ഉയർന്ന പ്രൈസിലുള്ള സാധനങ്ങളാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. അതൊന്നും തന്നെ വാങ്ങിക്കാനായിട്ട് ആൾക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ കമ്പനികളിൽ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു അവസ്ഥയിൽ എന്താണ്, രൂപയുടെ പൈസയുടെ മൂല്യം അങ്ങ് വളരെയധികം താഴെയിട്ടങ്ങ് പോയി. ഇൻഫ്ലേഷൻ വളരെയധികം കുറഞ്ഞ് പോയി. ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ എന്തുപറ്റി, ഇവർക്ക് അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ അവർ വളരെ പെട്ടെന്ന് ഉയർന്നു വന്ന അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്ത ആ ഒരു എക്കണോമിക് സ്ട്രക്ചർ വളരെയധികം അതിനേക്കാളും വളരെ വേഗം തന്നെ മുഴുവൻ തരിപ്പണമായി പോയി. അങ്ങനെ എക്കണോമി ലോകം മുഴുവനും ഒരു നഷ്ടപ്രശ്നമായിട്ട് അല്ലെങ്കിൽ വളരെയധികം പ്രശ്നമായിട്ട് തന്നെ ഇരിക്കുന്നൊരു കാലഘട്ടമാണ്. ഇനി അടുത്താണ് ഒരു കാര്യമാണ് ഫാസിസം നാസിസം എന്ന് പറയുന്നത്. അപ്പം ഈ ഫാസിസവും നാസിസവും രണ്ടും തന്നെ വളരെയധികം അതിക്രൂരമായിട്ട് മനുഷ്യരെ അടിച്ചമർത്തുന്ന, അവരുടെ കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരുടെ കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾക്ക് അവരുടെ ഐഡിയോളജീസ് നിലനിർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യത്തുള്ള ആൾക്കാരെ മുഴുവൻ അടിച്ചമർത്തി ക്രൂരമായിട്ട്
അവരെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനാണ്. അത് ചെയ്യിപ്പിക്കുന്ന ഓരോ ഐഡിയോളജീസ് ആണ് നാസിസം, ഫാസിസം തരുന്നത്. അപ്പം ഈ നാസിസ്റ്റ് എന്ന് പറയുന്നത് ഇവരൊരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു കുറേ എക്സ്പെരിമെന്റ്സ് ഇവർ നടത്തിയായിരുന്നു. ഇത് നാസിസ്റ്റ് ഹ്യൂമൻ എക്സ്പെരിമെന്റ്സ് എന്നാണ് അത് പറയപ്പെടുന്നത്. അതായത് ഇപ്പം ട്വിൻസ് ആയിട്ടുള്ള കുട്ടികൾ, അപ്പോൾ അവരിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാരുടെയൊക്കെ ദേഹത്തുള്ള ഓർഗൻസ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഇനി അവരെങ്ങനെ ജീവിക്കും, ഇതൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരുടെ ഇവരെല്ലാം തടവിൽ താമസിക്കുന്ന ആൾക്കാരാണ്. തടവിൽ താമസിക്കുന്ന ആൾക്കാരെ ഇവർ ഈ നാസിസ്റ്റുകൾ പലവിധം എക്സ്പെരിമെന്റ്സിനായിട്ട് വിധേയരാക്കി. പിന്നെ ഓരോ വിവിധ തരം ടെമ്പറേച്ചറിൽ, അതായത് വളരെയധികം തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ ഇവരെ, അതായത് വളരെ തണുത്ത വെള്ളത്തിൽ ഇവരെ മുക്കിയിടുകയും ഏത് ടെമ്പറേച്ചറിൽ വരുമ്പോഴാണ് ഇവർ മരിച്ചു പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ പരീക്ഷണങ്ങൾ, അതായത് നാസിസ് ഹ്യൂമൻ എക്സ്പെരിമെന്റ്സ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തലർക്കം വരും. അതുപോലുള്ള എക്സ്പെരിമെന്റ്സ് ആണ് അവർ ചെയ്തിരുന്നത്. അങ്ങനെ അതിക്രൂരമായിട്ട് ഈ തടവറയിൽ താമസിക്കുന്ന ആൾക്കാരെ എങ്ങനെ അവർക്ക് പീഡിപ്പിക്കാമോ, എങ്ങനെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാമോ എന്നെല്ലാം തന്നെയാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മള് ഫാസിസവും നാസിസത്തിനെ കുറിച്ച് കേട്ടു അല്ലെ. അപ്പൊ ഈ ബെനിറ്റോ മുസോളിനി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അദ്ദേഹമാണ് ഫാസിസത്തിന്റെ ഉപജ്ഞാതാവെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്, ഈ ഫാസിസം എന്ന് പറയുന്നത്, ഇദ്ദേഹം പറയുന്നത് സ്ത്രീകൾക്ക് പ്രസവം എന്നതുപോലെയാണ് പുരുഷന്മാർക്ക് യുദ്ധം എന്നാണ് പറയുന്നത്. ഈ മുസോളിനിയുടെ വാക്കുകളാണ് ഇത്. അത്രമാത്രം, അതായത് നമ്മൾക്ക് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഈ ഫാസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ളതും പെസൻസ് ആയിട്ടുള്ളതും വർക്കേഴ്സ് ആയിട്ടുള്ളവരും എല്ലാം തന്നെ രാജ്യത്തിന്റെ ദ്രോഹികളാണെന്നും പറഞ്ഞ് അവരെയൊക്കെ കൂട്ടക്കൊല ചെയ്യുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ അതായത് ഫാസിസത്തിന് എതിരെ ആരെന്ത് ശബ്ദം ഉയർത്തി കഴിഞ്ഞാലും അവരെ അന്നേരം തന്നെ വധിച്ചു കളയുക, വളരെ മൃഗീയമായിട്ട് ക്രൂരമായിട്ട് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതായിരുന്നു ഫാസിസ്റ്റ് ലീഡേഴ്സിന്റെ പ്രത്യേകമായിട്ട് ബെനിറ്റോ മുസോളിനി നമുക്ക് എടുത്തു പറയുന്നതാണ് ആയിട്ടുള്ളൊരു കാര്യം. ഇനി അടുത്തെന്ന് പറയുന്നത് നാസിസമാണ്. നാസിസം എന്ന് പറയുന്നത് ഈ ഇറ്റലിയിൽ എന്താണ്, അതായത് ഫാസിസത്തിന്റെ ആ ഒരു ഇറ്റലി വേർഷന്റെ എക്സാക്ട് സെയിം ആണ് ജർമ്മനിയിൽ എന്താണോ നടന്നത്, അതാണ് നാസിസം എന്ന് പറയുന്നത്. ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു 5 അടി നീളമുള്ള ഒരു കുറിയ മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമാണ് നാസിസം എന്ന് പറയുന്നത്. ആ കണ്ടാലും വളരെ പാവമായിട്ടും വളരെ സൗമ്യനുമായിട്ടിരിക്കുന്ന ആ മനുഷ്യൻ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ കണ്ടാലും കേട്ടാലും അറിഞ്ഞാലും നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് വളരെ ക്രൂരമായിട്ടുള്ളതാണ്. ഹിറ്റ്ലറിന്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ആര്യൻസ് മാത്രമാണ് പ്യുവറായിട്ടുള്ളത്, അവർ മാത്രം ഈ ലോകത്ത് ഉണ്ടായാൽ മതി, അല്ലെ ജർമ്മനിയിൽ ഉണ്ടായാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയാണ് ഹിറ്റ്ലറിനുണ്ടായിരുന്നത്. ജ്യൂസിനെ എവിടെ കണ്ടാലും കൂട്ടിയിട്ടങ്ങ് കൊന്നേക്കുക, അല്ലെങ്കിൽ ജ്യൂസിന് ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടക്കൊല, മസാക്കസ് എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊലയാണ്. കൂട്ടിയിട്ട് ഇപ്പൊ ഒരു ചെറിയൊരു ചേമ്പറിൻ്റെ അകത്തോട്ട് കുറെ ആൾക്കാരെ കുത്തി നിറച്ച് അവരെ അതിൻ്റെ അകത്ത് ഭക്ഷണമോ വെള്ളമോ വായുവോ ഇരിക്കാനോ നിൽക്കാനോ പോലും സ്ഥലവും പോലും ഇല്ലാതെ തിക്കായിട്ട് അങ്ങനെ നിറച്ച് ആൾക്കാരെ ഇട്ട് കൊല്ലുന്ന രീതി വരെ ഹിറ്റ്ലറിന് ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ, അതായത് പ്രത്യേകിച്ചും നാസിസം ഫാസിസവും എല്ലാം കൂടെ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു. കാരണം എന്താണ്, ഈ ഉള്ള പ്രശ്നങ്ങളെല്ലാം വന്നപ്പോഴത്തേക്കിനും ജനങ്ങളെല്ലാം തന്നെ ആകെപ്പാടെ കഷ്ടതയിലായി അവര് അടുത്തൊരു വേൾഡ് വാറിന് അവിടെ കൊമ്പുകൂട്ടി. അപ്പൊ നമുക്കിനി സെക്കൻഡ് വേൾഡ് വാറിന് കാണാം. അപ്പോൾ 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് 20 വർഷങ്ങൾക്ക് ശേഷമാണ് 2-ാം ലോക മഹായുദ്ധം നടക്കുന്നത്. അതിന്റെ ഇടയ്ക്കുള്ള കാലയളവിലാണ് ഈ ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളും നടക്കുന്നത്. ഈ 2-ാം ലോക മഹായുദ്ധം നടക്കുന്നതിന്
1939 to 1945 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കാലയളവ്. അപ്പോൾ 1919 ഒരു പീസ് ട്രീറ്റി, പാരീസിലൊരു പീസ് ട്രീറ്റി ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ജയിച്ച നേഷൻസിനെല്ലാം തന്നെ ഈ തോറ്റ നേഷൻസിൻ്റെ കോളനീസിനെല്ലാം തന്നെ കൊടുത്തു. ആ സമയത്ത് ജർമ്മനിക്കും ഇറ്റലിക്കും ഒരു മാർക്കറ്റോ ഒരു നേഷനോ അല്ലെങ്കിൽ ഒരു കോളനിയോ കിട്ടിയില്ല. അപ്പോൾ അവർക്ക് ദേഷ്യമായി. അവരപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ജർമ്മനി ഇറ്റലിയും കൂടെ ഉണ്ടല്ലോ ജപ്പാനെ പോയി പിടിച്ചിട്ട് ഇവർ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് അങ്ങ് ഫോം ചെയ്തു, ഒരു അലിയൻസ് അങ്ങ് ഫോം ചെയ്തു. അതാണ് ആക്സിസ് പവർ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കിനും വേറെ കുറെ ആൾക്കാരുണ്ടല്ലോ, ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും ഇവന്മാർ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് വേറൊരു പവർ ഫോം ചെയ്തു. അതാണ് അലിയഡ് പവർ എന്ന് പറയുന്നത്. അങ്ങനെ 2 അലിയൻസ് ഫോം ചെയ്തു. പിന്നെ ഇവന്മാർ തമ്മിൽ അടി തുടങ്ങി. അപ്പോൾ ഇനി അതും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും ആണ് ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ടായിരുന്നൊരു ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ലീഗ് ഓഫ് നേഷൻസ്, ഒരു പീസ് നിലനിർത്താൻ വേണ്ടിയിട്ട്, പീസ് ലോകത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പക്ഷേ ലീഗ് ഓഫ് നേഷൻസിന് ഇവരുടെ ഈ അലൈഡ് പവേഴ്സിൻ്റെയും ആക്സിസ് പവേഴ്സിൻ്റെയും ഫൈറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് യാതൊരു മാർഗവും ഇല്ലായിരുന്നു. അവർ പൊരിഞ്ഞടിയായി, അങ്ങനെ ആകെപ്പാടെ പ്രശ്നമായി. അപ്പം ഈ അടിയുടെ ഇടയിൽ തന്നെയാണ് ഇന്ത്യൻ സ്ട്രഗിൾ, ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ്സും എല്ലാം തന്നെ ഈ ഒരു സമയത്ത് അതിൻ്റെ പീക്കിൽ എത്തിയിരിക്കുന്ന സമയമാണ്. കാരണം ഇത് 1945 വരെ ാണ് ഈ സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഏറ്റവും വലിയൊരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത്, ഇത്രയും നാളും അമേരിക്ക, അതായത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് അമേരിക്കയുടെ എക്കണോമി വളരെ പെട്ടെന്നൊന്ന് കുതിച്ചുയർന്നു, പക്ഷെ വീണ്ടും തകർന്നു പോയിരുന്നു. പക്ഷേ ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേനും അമേരിക്കയുടെ എക്കണോമി വളരെ നന്നായിട്ട് കുതിച്ചുയരുകയും അവർ വലിയൊരു പവറായിട്ട് മാറുകയും ചെയ്തു. മാത്രമല്ല ഇന്ത്യ പോലുള്ള കുറേ നേഷൻസ് അവർക്ക് ഫ്രീഡം ഫൈറ്റ് അല്ലെങ്കിൽ അവരുടെ ഫ്രീഡം സ്ട്രഗിൾ വളരെയധികം അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് എത്താറുള്ള ഒരു അവസ്ഥയും. അങ്ങനെ കുറേ അധികം ഇഫക്ട്സ്, അതായത് കുറേ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കുറേ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ 10 മില്യൺ, അത് 10 മില്യൺ ഒന്നും പറയാൻ പറ്റത്തില്ല, അത് ഏകദേശം ഒരു കണക്ക് മാത്രമാണ്. അതിൽ കൂടുതൽ ആൾക്കാർ അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് അംഗവൈകല്യം സംഭവിക്കുകയോ, അങ്ങനെ ഒത്തിരി അധികം പ്രശ്നങ്ങൾ അവർക്ക് സംഭവിച്ചു. മാത്രമല്ല ഒത്തിരി അധികം ആൾക്കാർ എക്കണോമി വളരെയധികം ഡ്രോപ്പ് ചെയ്തു. കാരണം എന്താണ്, യുദ്ധം നടക്കുമ്പോൾ ഒത്തിരി അധികം റിസോഴ്സസ് ആവശ്യമുണ്ട്. ആ റിസോഴ്സസ് നല്ല കാര്യത്തിനല്ല ഉപയോഗിക്കുന്നത്, പക്ഷെങ്കിൽ മറ്റുള്ളവരെ വധിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ള രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്, ഇക്കണോമി എല്ലാ രാജ്യങ്ങളുടെയും ഇപ്പോൾ തകർന്നു വീഴുകയും, എന്നാൽ സോവിയറ്റ് യൂണിയൻ പോലുള്ള രാജ്യങ്ങൾ അവർ ഇതിൽ ഇടപെടാതിരുന്നുകൊണ്ട് എന്താണ് അവരുടെ എക്കണോമി വളരുകയും ചെയ്തു. ലീഗ് ഓഫ് നേഷൻസ് തകർന്നത് കൊണ്ട് തന്നെ ലോക ജനതയ്ക്ക് മനസ്സിലായി മറ്റൊരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ലോകത്ത് പീസ് നിലനിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയാണ് UNO എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് ഫോം ചെയ്യുന്നത്. കാരണം പീസ് നിലനിർത്തിയില്ലെങ്കിൽ ലോകം മുഴുവനുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചത്തുപോകുള്ളൂ. അപ്പം ഇത് മാത്രമല്ല, ഇതിന് വെറും ഒരു മരക്കഷ്ണം കൊണ്ടോ അല്ലെങ്കിൽ അമ്പും മില്ലും കൊണ്ടോ ഉള്ള യുദ്ധങ്ങളല്ല. ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി, അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ വളരെയധികം ഇമ്പാക്റ്റിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം കൂടിയാണ്. അപ്പം ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഇല്ലാതെ ഇപ്പം ഭൂമി എന്ന് പറയുന്ന ഒരു കാര്യം എന്നോ ഒരിക്കൽ അവശേഷിച്ച ഒരു മനുഷ്യരുണ്ടായിരുന്ന അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഭൂഗോളമായിട്ട് മാത്രം മാറും എന്നൊരവസ്ഥയിൽ വന്നപ്പോഴാണ് UNO എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ഫോർമേഷൻ വന്നത്. അപ്പം പീസ് നിലനിർത്താനാണ് മെയിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത്. ഡീകോളനൈസേഷൻ്റെ ഓപ്പോസിറ്റാണ് ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് USA-യും USSR-ഉം വലിയ സൂപ്പർ പവേഴ്സായി മാറി എന്നുള്ളത്. അപ്പോൾ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ യൂറോപ്യൻസ് കോളനീസ് ആയിട്ട് വെച്ചിരിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഫ്രീ ആക്കണം അല്ലെങ്കിൽ ഡീകോളനൈസ് ചെയ്യണമെന്ന് ഉള്ള അവരുടെയും കൂടി ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഇപ്പോൾ ആഫ്രിക്കയുടെ ആകാം അല്ലെങ്കിൽ ഇന്ത്യയുടെ ആകാം, അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും ഏതെല്ലാം രാജ്യങ്ങൾ കോളനൈസ്ഡ് ആയിരുന്നു അവരെല്ലാം ഡീകോളനൈസ് ചെയ്യണം എന്നുള്ള കാര്യത്തിന് ഫോഴ്സ് വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഈ എല്ലാ യൂറോപ്യൻ നേഷൻസും എല്ലാ കോളനൈസേഴ്സും അവരുടെ
ഡീകോളനൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് എല്ലാ രാജ്യങ്ങൾക്കും ഫ്രീഡം ലഭിക്കുന്നത്, ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷമാണ് ഒരു കോൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോൾഡ് വാർ എന്ന് പറയുന്നത് നമ്മൾക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് യഥാർത്ഥത്തിലൊരു യുദ്ധം കാണത്തില്ല, പക്ഷെ അവിടെ ഒരു യുദ്ധമുണ്ട്. അതാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. അപ്പം കോൾഡ് വാർ എന്ന് പറയുന്നത് ഐഡിയാസ് കൊണ്ടുള്ള യുദ്ധമാണ്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, USSRും രണ്ട് മൈറ്റി പവേഴ്സായി മാറി സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്. ഈ USA ക്യാപിറ്റലിസം ഫോളോ ചെയ്തപ്പോൾ USSR സോഷ്യലിസം ഫോളോ ചെയ്തു. അങ്ങനെ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും സോഷ്യലിസ്റ്റ് ബ്ലോക്കും തമ്മിലുള്ള ഒരു അടിയായി. അതാണ് ആ സമയത്ത് നടന്ന ഒരു കോൾഡ് വാർ. ഇത് ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഐഡിയാസ് പരമായിട്ടുള്ള ഒരു യുദ്ധമാണ്. അല്ലാതെ അവർ വെപ്പൺസ് ഉപയോഗിച്ച് മനുഷ്യന് അങ്ങനെ നാശം വരുത്തുന്ന രീതിയിലുള്ള യുദ്ധങ്ങളല്ല, പക്ഷേങ്കിൽ ഐഡിയാസ് തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. ഇപ്പോൾ കോൾഡ് വാറിന്റെ ഒരു അനന്തരഫലമായിട്ടാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ തന്നെ ഫ്രീഡം കിട്ടിയ കുറേ രാജ്യങ്ങളുണ്ട്. അപ്പം അവർക്കെല്ലാം മനസ്സിലായി, അതായത് ലാറ്റിൻ അമേരിക്ക ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്, ഏഷ്യൻ കൺട്രീസ് ഉണ്ട്. അപ്പം ഇവർക്കെല്ലാം മനസ്സിലായി ഈ ബൈപോളാർ സിസ്റ്റം, അതായത് സോഷ്യലിസ്റ്റ് ബ്ലോക്കും ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും അവർ തമ്മിലൊരു കോൾഡ് വാറാണ്, അവർ തമ്മിൽ അടിയാണ്. അത് ഒരു ഇമ്പീരിയലിസത്തിന്റെ മറ്റൊരു പതിപ്പാണെന്ന് ഇവർക്ക് മനസ്സിലായി. പുതിയതായിട്ട് ഇൻഡിപെൻഡൻസ് കിട്ടിയ രാജ്യങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഈ പുതിയതായിട്ട് ഇൻഡിപെൻഡൻസ് കിട്ടിയ രാജ്യങ്ങളെല്ലാം കൂടെയാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന ഒരു രൂപത്തിലേക്ക് വന്നത്. 1955 ഇന്തോനേഷ്യയിൽ നടന്ന ഒരു മീറ്റിങ്ങിലാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്നുള്ള ചിന്താഗതിയെ കുറിച്ച് ഇവര് വരികയും ഇത് നേഷണൽ അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിൽ നിന്ന് അലൂഫായിട്ട് അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ലോകത്ത് പീസ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ രാജ്യങ്ങൾക്കും ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നോൺ അലൈൻഡ് മൂവ്മെന്റ്. അതായത് ഇനിയും ഒരു യുദ്ധം നടന്നാൽ, ഇനിയും ഒരു വേൾഡ് വാർ നടന്നു കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ തകിടം മറിയും എന്നുള്ളത് ആ ഒരു ചിന്താഗതിയിലാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ് കൊണ്ടുവന്നത്. അപ്പം ബെൽഗ്രേഡിൽ നടന്ന മീറ്റിംഗ്, ആദ്യത്തെ മീറ്റിംഗ് ബെൽഗ്രേഡിലാണ് നടന്നത്. അപ്പം ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇത് നമ്മൾ ലോക രാജ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെങ്കിൽ അവയിൽ ഒരാളായിട്ട് നമ്മൾക്കും വളരണം. ആ വളർച്ചയ്ക്ക് നമ്മൾക്ക് പീസ് വേണം, അല്ലെങ്കിൽ സമാധാനം വേണം. സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ രാജ്യങ്ങൾക്കും വളർച്ച സാധ്യമാകത്തുള്ളൂ. അപ്പം ഹിറ്റ്ലറിന്റെ നാസിസ്റ്റ് ഭരണകാലത്ത് നമ്മൾ കണ്ടു ജ്യൂസിനെ എത്രമാത്രം അതിക്രൂരമായിട്ടാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, എത്രമാത്രം അടിമപ്പണികളും ക്രൂരമായ പീഡനങ്ങളും ഒക്കെയാണ് ജ്യൂസ് അനുഭവിച്ചിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ കാണാനായിട്ട് സാധിച്ചു. അപ്പം അതിന്റെ ഫലമായിട്ട് സയനിസം എന്ന് പറയുന്ന വേറൊരു ഇന്റർനാഷണൽ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ഈ മൂവ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജ്യൂസിന് ഫ്രീഡം കൊടുക്കുക, അവർക്കൊരു പുതിയ ഒരു നേഷൻ, അവർക്ക് സ്വന്തമായിട്ടൊരു നേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് ഈ സയനിസം എന്ന് പറയുന്ന മൂവ്മെന്റിന്റെ ഒരു ഉദ്ദേശം. അങ്ങനെ 1948 ഇവര് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ഫ്രീ നേഷൻ ഇവര് ഉണ്ടാക്കി. അപ്പം ആ സമയത്ത് അറബ് നേഷൻസ് എല്ലാം തന്നെ ഈ ജൂ നേഷനായ ഇസ്രയേലിനെതിരെ അടിയായി. അങ്ങനെ ഇവര് തമ്മിൽ അടിയായ സമയത്ത് ഇസ്രായേൽ ചെന്നിട്ട് പാലസ്തീനെ അറ്റാക്ക് ചെയ്ത് ഇവരുടെ അണ്ടറിലാക്കി. അപ്പം ഈ സമയത്ത് പാലസ്തീനികളെ എല്ലാം തന്നെ പാലസ്തീനിൽ നിന്ന് ഇറക്കി വിട്ടു. അവരെല്ലാം പിന്നെ അഭയാർത്ഥികളായിട്ട് അറബ് കൺട്രീസിലേക്ക് പോയി. ആ സമയത്ത് എന്ത് പറ്റി? ആ സമയത്ത് ഇനിയിപ്പം പാലസ്തീൻ എന്ന് പറയുന്ന ഒരു നേഷൻ അതിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടായേ സാധിക്കത്തുള്ളൂ. അങ്ങനെയാണ് യാസർ അറാഫത്ത് എന്ന് പറയുന്ന ഒരു ലീഡർ പാലസ്തീൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന PLO ഒരു ഫോർമേഷൻ ഉണ്ടായത്. അപ്പം ഈ ഓർഗനൈസേഷൻ ഉണ്ടായതിനു ശേഷം യുഎസിൻ്റെ ഹെൽപ്പോടെ ഇസ്രായേൽ പറഞ്ഞു, എന്നാൽ ശരി നിങ്ങൾക്ക് പാലസ്തീൻ ഫ്രീ ആയിട്ട് തരാം, അല്ലെങ്കിൽ ഫ്രീ നേഷൻ ആക്കാം എന്ന് പറഞ്ഞു. അപ്പം പാലസ്തീനെ ഫ്രീ ആക്കാം എന്ന് പറഞ്ഞ ആ ഒരു പാക്റ്റിന്റെ പേരാണ് ഓസ്ലോ പാക്ട്. അത് 1993 ആ പാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം പലസ്തീനിൽ നിന്ന് പലായനം ചെയ്ത ആൾക്കാർ
അറബ് രാഷ്ട്രങ്ങളിലാണ് കുടിയേറി പാർത്തത്. അപ്പോൾ അറബ് രാഷ്ട്രങ്ങളാണ് ഈ പെട്രോളിയം പ്രോഡക്ട്സിന്റെ ഭൂരിഭാഗവും ഉണ്ടായിരുന്ന രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം, അതായത് പാലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തൊരു പരിപാടിയാണ് പെട്രോളിന്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറയ്ക്കുകയും പെട്രോളിന്റെ വില വളരെയധികം കൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അമേരിക്ക ഉൾപ്പെടെ മറ്റ് രാഷ്ട്രങ്ങളും ഈ ഒരു പ്രശ്നം ഇല്ലായ്മ ചെയ്യാൻ, അതായത് പാലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം ഇല്ലാതാക്കാനായിട്ടും പാലസ്തീനെ ഒരു ഫ്രീ നേഷൻ ആക്കാനുമായിട്ട് അവർ പ്രവർത്തിക്കേണ്ട ഒരവസ്ഥ വന്നു. ഈ ലോകത്തിന്റെ ഭൂരിഭാഗം, അതായത് മോർ ദാൻ ഹാഫ് ഈ പെട്രോൾ പ്രോഡക്ട്സും എല്ലാം തന്നെ പെട്രോളിയം പ്രൊഡ്യൂസ് ചെയ്തിരുന്ന കൺട്രീസ് എന്ന് പറഞ്ഞാൽ അറബ് നേഷൻസ് ആണ്, വെസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി, അതായത് ഒപെക് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നുള്ളതാണ് അതിൻ്റെ ആ ഓർഗനൈസേഷന്റെ പേര്. ഒപെക് എന്നുള്ളതിന്റെ ഫുൾ ഫോം അതാണ്. അപ്പോൾ ഇവര് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ പാലസ്തീനികള് ഇസ്രയേലിൽ അറ്റാക്ക് ചെയ്തപ്പോൾ അവര് അറബ് നേഷൻസിലേക്കാണ് അവർ കുടിയേറി പാർത്തത്. അപ്പം അറബ് നേഷൻസ് പറഞ്ഞു, ഞങ്ങളുടെ അല്ലെങ്കിൽ പാലസ്തീനികൾക്ക് അവരുടെ നേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കണം, അവർക്ക് അവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ പെട്രോളിയം പ്രൊഡക്ഷൻ തന്നെ അവർ കുറച്ചു. പെട്രോളിയം പ്രൊഡക്ഷൻ കുറച്ചതിന്റെ ഭാഗമായിട്ട് എന്താണ്, പെട്രോളിന്റെ വില വളരെയധികം ഉയരുകയും അങ്ങനെ എല്ലാ രാഷ്ട്രങ്ങളും ഈ പാലസ്തീനികളെ വെറുതെ വിടണം അല്ലെങ്കിൽ ഒരു ഫ്രീ നേഷൻ ആക്കണം എന്നുള്ളതിന് എല്ലാ രാഷ്ട്രങ്ങളും ആ ഒരു ചിന്തയിലേക്ക് നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് USA ഒരു ഇന്റർമീഡിയേഷന്റെ ഫലമായിട്ട് പാലസ്തീനെ ഫ്രീ ആക്കാനായിട്ട് ഇസ്രയേൽ തീരുമാനിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടായിരുന്നു ബൈപോളർ സിസ്റ്റമാണ് USSR, അതായത് USSRും സോവിയറ്റ് യൂണിയനും നമ്മുടെ അമേരിക്കയും കൂടെ ബൈപോളർ സിസ്റ്റമാണ്, രണ്ട് വലിയ രാഷ്ട്രങ്ങളാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ കണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ, അതായത് 20th സെഞ്ചുറിയുടെ അവസാന ഡെക്കേഡുകളിൽ അവസാന കാലഘട്ടം ആയപ്പോഴത്തേക്കിനും USSR നശിച്ച് തരിപ്പണമായി. ഇപ്പം ഒരാളേ ഉള്ളൂ, യൂണിപോളർ സിസ്റ്റമായി, അതായത് അമേരിക്ക അങ്ങനെ വലിയ രാഷ്ട്രമായി മാറി. അമേരിക്ക വളരെ സമ്പന്നമായ ഒരു രാഷ്ട്രമായി. മാത്രമല്ല അമേരിക്ക വലിയൊരു രാഷ്ട്രമാണ് എന്ന് ലോക ജനതകളെ എല്ലാം തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ട് മീഡിയ അവർ വളരെയധികം സ്വാധീനിച്ചു. അപ്പം നമ്മളാണേലും ചിന്തിക്കുമ്പോൾ അമേരിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഒരു വലിയൊരു സ്വപ്നമായിട്ട് അല്ലെങ്കിൽ വലിയ ഒരു നേഷനാണ്. നമുക്ക് അവിടെ ഒരു വിസ കിട്ടുന്നതും ഒരു ഗ്രീൻ കാർഡ് കിട്ടുന്നതും ഇതൊക്കെ തന്നെ വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് ഞാൻ ഇമ്പീരിയൽ പവർ ആണ് എന്ന് കാണിക്കാനായിട്ട് അവരെപ്പോഴും തന്നെ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നു. അതാണ് അമേരിക്ക യൂണി പവറായിട്ട് വരാനുള്ള കാരണം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയുന്ന കുറേ ഓരോരോ കാര്യങ്ങൾ പ്രോസസ്സസ് വന്നിട്ടുണ്ട്. അപ്പോൾ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലിബർട്ടി തന്നെ ഫ്രീഡം അല്ലേ. നേരത്തെ ഉണ്ടായിരുന്ന ഒത്തിരി അധികം കൺസ്ട്രെയിൻസ് മാറിയിട്ട് ഫ്രീഡം ലഭിക്കുക എന്നുള്ളതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ഇക്കണോമി ഓഫ് എ സ്റ്റേറ്റിലാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ അല്ലെങ്കിൽ ഇത്രയും നാള് നമ്മളൊരു ചെറിയ മുറിക്കുള്ളിൽ അല്ലെങ്കിൽ ചെറിയൊരു രാജ്യത്ത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഗ്ലോബലൈസേഷൻ്റെ അകത്ത് ഈ ഭൂമി മുഴുവനും കൂടെ ഒരു ചെറിയ ഗ്ലോബൽ വില്ലേജ് ആണെന്നാണ് പറയുന്നത്. ആ രീതിയിലേക്ക് എത്തപ്പെട്ടു. അപ്പം ഇതിന്റെ മറ്റൊരു പ്രധാന ഘടകം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കാനായിട്ട് മറ്റൊരു പ്രധാന ഘടകമായിരുന്നു മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. മൾട്ടിനാഷണൽ എന്ന് പറയുന്ന ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത കമ്പനി ആയിരിക്കും, പക്ഷെ അവര് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രോഡക്ട്സ് അവർ സെല് ചെയ്യുന്നത് ഈ ലോകത്തുള്ള പല നേഷൻസിലായിരിക്കും. അപ്പം ഒരു രാജ്യത്തു നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തു നിന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ വീക്കായിട്ടുള്ള തേർഡ് വേൾഡ് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ റോ മെറ്റീരിയൽസ് ഇവർ കളക്ട് ചെയ്ത് അതൊരു ഫൈനൽ പ്രോഡക്റ്റ് ആക്കിയിട്ട് അവര് പല രാജ്യങ്ങളിലായിട്ട്
അവരുടെ മാർക്കറ്റ് വ്യാപിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, ചെറിയ ചെറിയ രാജ്യങ്ങളും തേർഡ് വേൾഡ് രാജ്യങ്ങളും അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആണെങ്കിലും ഡെവലപ്ഡ് ആണെങ്കിലും കൺട്രീസിന് അവരുടെ എക്കണോമി സ്റ്റെബിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരാനോ ആയിട്ട് ഇവർ അനുവദിക്കത്തില്ല. നമ്മൾ ഇപ്പോൾ എന്താ ഓൺലൈനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ബുക്ക് ചെയ്യായിരിക്കും. അപ്പോൾ നമുക്കിത് നമ്മൾ വളരെ സുപരിചിതമായിട്ടൊരു കാര്യമാണ്. നമ്മൾ ഓൺലൈനായിട്ടൊരു കാര്യം ബുക്ക് ചെയ്താൽ നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടുന്നത് ഏത് രാജ്യത്തൊന്നായിരിക്കാം. ചിലപ്പോൾ ഇറ്റലി ആകാം, ജർമ്മനി ആകാം, അമേരിക്ക ആകാം, ഏത് രാജ്യത്തും ആകാം. പക്ഷേ അതൊരു ഗ്ലോബലൈസേഷന്റെ ഭാഗമാണ്, ഗ്ലോബൽ സിസ്റ്റമാണ്. നമ്മൾ സാധാരണ നമ്മളൊരു സാധനം മേടിക്കണമെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ പോകും, അല്ലെങ്കിൽ മാക്സിമം നമ്മുടെ തൊട്ടടുത്തുള്ള ടൗണിലോ സിറ്റിയിലോ പോയി സാധനം മേടിക്കും. പക്ഷേ ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് വന്ന മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ വേരുകൾ എല്ലാ രാജ്യങ്ങളിലേക്കും പന്തലിച്ച് കിടക്കുകയാണ്. അത് മറ്റുള്ള രാജ്യങ്ങളുടെ എക്കണോമിയെ കൂടി കാർന്നു തിന്നാനായിട്ട് പ്രാപ്തരാണ് ഈ മൾട്ടിനാഷണൽ കമ്പനീസ്. അപ്പൊ മൾട്ടിനാഷണൽ കമ്പനീസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ഓർക്കാനുണ്ട്, പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ, അതായത് പ്രൈവറ്റ് ഏജൻസീസിന്റെ കയ്യിൽ കൂടുതൽ എക്കണോമിയും കൂടുതൽ പവറും കൂടുതൽ സ്റ്റേറ്റസും എല്ലാം വരുന്നതിനാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. നേരത്തെ പബ്ലിക് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ പബ്ലിക്കിന് വളരെ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന ഒത്തിരി അധികം പ്രോഡക്ട്സ് എല്ലാം തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കീഴിൽ വന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ അവർക്ക് മുടക്ക് മുതൽ, അതായത് സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കേണ്ട അവസ്ഥയെല്ലാം തന്നെ വരാനുള്ള ഒരു പ്രധാന കാരണം പ്രൈവറ്റൈസേഷനാണ്. അപ്പം ഈ നമ്മളിപ്പോൾ കണ്ട കുറെ കാര്യങ്ങളാണ് 20th സെഞ്ച്വറിയിൽ നടന്ന കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പം നമ്മളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. പിന്നെ കമൻസ് ഇടാൻ മറക്കല്ലേ. നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടെ കാണുന്ന എല്ലാ കൂട്ടുകാരും പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വേഗം വരുന്നതായിരിക്കും. ബൈ.